ഒന്നാമത്തെ എഫെസസ് സഭ പരിശുദ്ധാത്മാവ് വന്ന് തുടങ്ങിയപ്പോൾ വെളിപ്പാടിൽ തുടങ്ങിയ സഭയാണ്. ഓർക്കുക, ഇവിടെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നത് ഇന്ന് സഭകളിൽ ഏത് രീതിയിലായിരിക്കുന്നു. ഒന്നാമത്തെ സഭ തുടങ്ങുമ്പോൾ അവിടെ ദൈവിക വെളിപ്പാടിന്മേലാണ് സഭ തുടങ്ങുന്നത്. അവിടെ നീതീകരണമുണ്ട്, വിശുദ്ധീകരണമുണ്ട്, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്, വെളിപ്പാടുണ്ട്. 4 കാര്യങ്ങൾ ആ സഭയിലുണ്ടായിരുന്നു. എന്നാൽ ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് മുദ്രയൊക്കെ തുറന്നു കേട്ടോ. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തൻ്റെ ജനം അതത് കാലത്ത് ദൈവത്തിൻ്റെ ജനം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനെ ഓരോ കാലത്തും ദൈവം ഓരോ വ്യക്തിയിലൂടെ സംസാരിച്ചു. അവർ മാത്രമേ അത് കേട്ട് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചുള്ളൂ. ബാക്കി എല്ലാവരും തെറ്റി നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സഭാകാലത്ത് തന്നെ അവിടെ അപ്പോസ്തലപ്രവൃത്തി 4:12 ഒരു കാര്യം പറയുന്നുണ്ട്. സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ കൊലോസ്യർ ലേഖനം 3:17 പറയുന്നത് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവിൻ എന്നാണ്. ഇതാണ് ഒരു ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിന്ന് പുറത്തുപോയി നിൽക്കുന്നവരാണ് ഇന്ന് ഭൂമിയിലെ സഭകൾ 99%. നോക്കാം. അപ്പോൾ സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും ചെയ്യാൻ തന്നിരിക്കുന്ന ഒരു നാമം. ഇനി ഈ നാമം തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ നാമത്തെ എതിർക്കണമെങ്കിൽ ആരെതിർക്കണം? പള്ളിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കാത്ത പുറത്തുള്ള ഒരു അവിശ്വാസി സഭയ്ക്കുള്ളിൽ വന്ന് അല്ലെങ്കിൽ വിശ്വാസികളുടെ വീട്ടിൽ പോയിട്ട് പറയണം, യേശുക്രിസ്തു നാമം നിങ്ങൾ ഉപദേശിക്കരുത്, സ്നാനപ്പെടരുത്, വിവാഹത്തിന് ഉപയോഗിക്കരുത്, മരണമടക്ക ശുശ്രൂഷ ഉപയോഗിക്കരുത്, പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കരുത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ തിരസ്കരിക്കണം. കാര്യം എന്താ? സ്വർഗത്തിന്റെ ഇഷ്ടം ആ കാലത്ത് ചാവി കൊടുത്തിട്ട് പോയ പത്രോസിലൂടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ നാമത്തെ നിഷേധിക്കണമെങ്കിൽ ആ അവിശ്വാസി വന്നു പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കുതിരപ്പുറത്തുള്ള ആ സവാരിക്കാരൻ അന്നേ ആ സമയത്ത് തന്നെ പുറപ്പെട്ടു വന്ന് അവൻ സഭയുടെ ഉള്ളിലുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ചിലർ കള്ളക്രിസ്തുക്കൾ കള്ളപ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ്. ചിലർ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നു. ഈ പുറത്തു നിന്ന് അകത്തേക്ക് വന്നത് പിശാച്, എതിർ ക്രിസ്തു. ഒന്നാമത്തെ കുതിര സവാരിക്കാരൻ സഭയുടെ അകത്ത് വന്നിട്ട് അപ്പോസ്തലപ്രവൃത്തി 4:12 പറഞ്ഞതാണ് ഒറ്റ നാമം കർത്താവായ യേശു ക്രിസ്തു. 17-18 വാക്യം നോക്കുക. അവിടെ വ്യക്തമായിട്ട് എതിർ ക്രിസ്തു എന്ന് പറയാണ്, ഇത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ ഇനി ഉപദേശിക്കരുത്. നോക്കൂ, യേശു ക്രിസ്തു നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. ഇത് ആരുടെ ഇഷ്ടം? പിശാചിന്റെ ഇഷ്ടം. അതായത് സ്നാനത്തിനോ വിവാഹത്തിനോ മരണമടക്ക ശുശ്രൂഷയ്ക്കോ യാത്രയപ്പിനോ വീട് വച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹന പ്രതിഷ്ഠ കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠയോ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യണമെന്നത് സ്വർഗത്തിന്റെ ഇഷ്ടം. കാര്യം എന്താ? ഒറ്റ നാമമേ നൽകിയിട്ടുള്ളൂ. ഇനി വരാനും പോകാനും വഴിയും ജീവനും എല്ലാം ആ ഒരൊറ്റ നാമം. എന്നാൽ പിശാച് അന്നത്തെ മഹാപുരോഹിതന്മാര്, അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. മഹാപുരോഹിതന്മാരും പടനായകരും ശാസ്ത്രിമാരും അവരെല്ലാവരും അവരെ കൂടിയിരിക്കുന്നു. ആ മഹാപുരോഹിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിശാച് പറയുകയാണ് 4:17 അപ്പോസ്തലപ്രവൃത്തി, എങ്കിലും അത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്നവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും വരുത് എന്ന് കൽപ്പിച്ചു. നോക്കൂ, പിശാചിന്റെ ഉപദേശമല്ലേ ഇന്ന് ലോകത്തുള്ള സഭാ പുരോഹിതന്മാർ കേൾക്കുന്നത്. ഒന്നാമത്തെ സഭാകാലത്തിൽ മഹാപുരോഹിതന്മാർ ഉപയോഗിച്ചുകൊണ്ട് പിശാച് സംസാരിച്ചപ്പോൾ ഇത് പുരോഹിതനല്ലേ, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരല്ലേ, അവരല്ലേ നാം കേൾക്കേണ്ടത് എന്ന് പരിജ്ഞാനമില്ലാത്ത ജനം, അന്നും ഇന്നും കോടിക്കണക്കിന് ജനം സ്നാനത്തിന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല, വിവാഹത്തിന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല, പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കില്ല, മരണ അടക്ക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കില്ല, സ്നാനം അതുപോലെ ഒരു കാര്യത്തിന് ഉപയോഗിക്കില്ല. അവരെന്ത് പിന്നെ ഉപയോഗിക്കും? നാമം അല്ലാത്ത 3 വാക്കുകൾ. പിതാവ് നാമമല്ല, ഞാനൊരു പിതാവ്, കേൾക്കുന്നത് നിങ്ങളും പിതാവ്, ഞാൻ പുത്രൻ നിങ്ങളും പുത്രനാണ്. അപ്പം പിതാവിനൊരു നാമമുണ്ട്, പുത്രനൊരു നാമമുണ്ട്, പരിശുദ്ധാത്മാവിനൊരു നാമമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഈ നാമത്തിൽ അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ മഹാപുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ശാസ്ത്രിമാർ, തലനാരിഴ കീറി വേദഗ്രന്ഥത്തെ പഠിച്ചിരിക്കുന്നവർ പറയുന്നത് വിശ്വാസികൾ ഒന്നും മിണ്ടുന്നില്ല, അവർക്കത് മതി. കാര്യം അകത്ത് പരിശുദ്ധാത്മാവ് വരണം. ഒന്നാമത്തെ കാര്യം തന്നെ പിശാച് തെറ്റിച്ചിരിക്കുക. ഈ നാമം തള്ളിക്കളഞ്ഞു, ആ നാമത്തിലുള്ള സ്നാനവും തള്ളി. ഈ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ പാപമോചന സ്നാനം ഏറ്റാൽ മാത്രമേ പാപം മോചിച്ച് പരിശുദ്ധാത്മാവ് ലഭിക്കുകയും ദൈവിക വെളിപ്പാടുകൾ തെറ്റിച്ച് പറഞ്ഞാലും ശരിയാണോ തെറ്റാണോ എന്ന് ബോധം കിട്ടുകയുമുള്ളൂ.
അപ്പോൾ ആദ്യം മുതലേ ഈ ഒരു പരിജ്ഞാനം ഉണ്ടാകാതിരിക്കാൻ പിശാച് ഏത് നാമം ഉപയോഗിക്കണമെന്ന് പറഞ്ഞോ അപ്പോൾ തന്നെ വന്നിട്ട് ആ നാമത്തെ നിഷേധിച്ചിരിക്കുന്നു. ഒരു 2-3 ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്തുണ്ട്. എങ്കിൽ ഞാൻ പറയണത് 9809150386. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം തുടർന്നുണ്ടായി. ഒന്നാമത്തെ സഭാകാലം തന്നെയാണ് പറയുന്നത്. തുടർന്നുണ്ടാവും. കേൾക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.